ഹായ് ഫ്രണ്ട്സ്, റിയൽ ആർട്ട് കേരള 14ൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ സന്തോഷ്. അക്ഷയതൃതീയ. വെയിലും മഴയും ഏൽക്കുന്ന സ്ഥലങ്ങളിൽ തടിയുടെ PU പോളിഷിന് ഏത് പുട്ടി ഉപയോഗിക്കണം, ഏത് PU പോളിഷാണ് ഏറ്റവും നല്ലത് തുടങ്ങി നിരവധി കാര്യങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതുതായി വീട് നിർമ്മിക്കുന്ന ഒരാൾക്കും അതുപോലെ വീട് സൂക്ഷിക്കുന്ന ഒരാൾക്കും കുറഞ്ഞ ചെലവിൽ നമ്മളുടെ സ്വപ്നഭവനം എങ്ങനെ സുന്ദരമാക്കാം എന്നൊക്കെയുള്ള നിരവധി വീഡിയോകൾ റിയൽ ആർട്ട് കേരള 14 എന്ന ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമയം പോലെ ആ വീഡിയോകളൊക്കെ കാണുവാനൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുവാനും അതുപോലെ ലൈക്ക് അടിക്കുവാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണിത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ആദ്യമായി ചെയ്യേണ്ടത് തടിയുടെ വിടവുകളെല്ലാം ഉളി ഉപയോഗിച്ച് വൃത്തിയായി ചീകിക്കളയുകയാണ് വേണ്ടത്. അതുപോലെ പൊള്ളിയിരിക്കുന്ന സീലർ ഉൾപ്പെടെ എല്ലാം ചീകിക്കളയുക. ഇത് ബോഡി ഫില്ലർ എന്ന് പറയുന്ന പുട്ടിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇത് സാധാരണ നമ്മൾ വണ്ടിക്ക് ഉപയോഗിക്കുന്ന പുട്ടിയാണ്. നല്ല ഹാർഡായിട്ടുള്ള പുട്ടിയാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ. സാധാ പുട്ടി ഉപയോഗിക്കുന്ന പോലോ POP ഉപയോഗിക്കുന്ന പോലോ ഒന്നും അത്ര നിസ്സാരമായിട്ട് നമുക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഈ ടിന്നിൽ നിന്ന് ഇതിന് ഒരു പേസ്റ്റ് വേറെ ഉണ്ട്, ഹാർഡ്നർ വരുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം അതിലേക്ക് നമുക്ക് കുറച്ച് തേക്ക് പൗഡറാണിത്. ഈ തേക്ക് പൗഡർ നമ്മൾ ഇതുമായിട്ട് മിക്സ് ചെയ്യുന്നത് ഈ പുട്ടിയായിട്ട് നമ്മളതങ്ങ് മിക്സ് ചെയ്യുകയാണ്. കാരണം ഈ തടിയുടെ അതേ കളറ് കിട്ടാനായിട്ട് നമ്മളിത് തേക്ക് പൗഡർ, തേക്കിൻ്റെ തടിയാണല്ലോ ഇത്. അപ്പോൾ നമുക്ക് തേക്ക് പൗഡർ ചേർത്ത് നമുക്ക് ഏകദേശം അതേലെ ഒരു സാമ്യം, ഫുൾ അതേപോലെ ആക്കണ്ട, പിന്നെ നമുക്ക് സ്റ്റെയിനർ വെച്ച് ടച്ച് ചെയ്യാം. അപ്പം തൽക്കാലം നമുക്ക് ഇത് ഏകദേശം ഒരു കളറിന് വേണ്ടി നമുക്ക് പൊടിയുമായി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് അല്പം ടിന്നർ കൂടി മിക്സ് ചെയ്യാം. അതിനുശേഷം മിക്സ് ചെയ്ത് വെച്ച ഇതിലേക്ക് നമ്മൾ കുറച്ച് പുട്ടി മാത്രം എടുത്ത്, ഇതേപോലെ നമ്മൾ കുറച്ച് പുട്ടി എടുത്ത് ഹാർഡ്നർ അതിൻ്റെ പേസ്റ്റ് എടുത്തിട്ട് നമുക്ക് കുറച്ച് പുട്ടിയായിട്ട് മാത്രം മിക്സ് ചെയ്യുക. ഈ ഹാർഡ്നർ ചേർക്കുന്ന പുട്ടി പെട്ടെന്ന് കട്ടിയായി പോവും, ഹാർഡായി പോവും. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആ കുഴയ്ക്കുന്ന പുട്ടി നമ്മൾ ഉടൻ തന്നെ അത് ക്ലിയറായിട്ട് വെച്ച് പോവുക. അപ്പോൾ അങ്ങനെ ക്ലിയറായിട്ട് നമ്മൾ ഇതുപോലെയൊക്കെയുള്ള തടിക്ക്, പോളിഷ് ചെയ്യുന്ന തടിക്ക് നമ്മൾ ഇതുപോലെയുള്ള വിടവുകൾ ക്ലിയറായിട്ട് അടച്ച് മാറാനായിട്ടാണ് ഇതുപോലെ ഈ ടേപ്പ് ഒട്ടിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പൊട്ടി ഇട്ട് മാറാനും പറ്റും. നമുക്ക് ഈ ടേപ്പ് ഇളക്കുമ്പോൾ നല്ല കറക്റ്റ് ആ ഒരു ഗ്രൂവ് അവിടെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ടേപ്പ് നമ്മൾ ഒരുപാട് ഉണങ്ങുന്നതിന് നല്ലപോലെ ഉണങ്ങുന്നതിന് മുമ്പ് ആ ടേപ്പിങ് ഇളക്കണം. അപ്പോൾ നമുക്ക് ആ വിടവുകളെല്ലാം കറക്റ്റായിട്ട് ഫില്ലായി കിട്ടും. നേരെ മറിച്ച് ഇങ്ങനെയുള്ള വിടവുകളിലൊക്കെ നമ്മൾ POPയോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതി വരുന്ന പുട്ടിയൊക്കെ ഉണ്ടല്ലോ, അതായത് സാധാ പേസ്റ്റൊക്കെ വരുന്നുണ്ട്, വാട്ടർ ബേസ്. അപ്പോൾ അതൊക്കെ വെച്ചാൽ നിൽക്കത്തില്ല. കാരണം വെയിലും മഴയൊക്കെ വരുമ്പോൾ ഇത് വീണ്ടും വിണ്ട് കയറും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല കല്ല് പോലെ അവിടെ ഇരുന്നോളും. പിന്നെ ഇത് വെക്കുമ്പോൾ ഇതുപോലെ സാധാരണ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം പിന്നെ പേപ്പർ പിടിക്കുമ്പോഴായിരിക്കും പിന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. പിന്നെ 100ൻ്റെയും 150ൻ്റെയും വാട്ടർ പേപ്പറുകൾ ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് പേപ്പർ പിടിച്ചു കൊടുക്കാം. പുട്ടി അഥവാ തേഞ്ഞ് മാറാൻ താമസമുണ്ടെങ്കിൽ വെള്ളമിട്ട്
വെള്ളം മുക്കി വാട്ടർ പേപ്പർ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ തേഞ്ഞ് മാറിക്കോളും പുട്ടി. ഇത് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ എംപോറിയോ PU ആണ്. അതായത് വളരെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതിൽ ഏറ്റവും നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന PU ആണ്. അതായത് നല്ല വളരെ മികച്ച ഒരു മെറ്റീരിയൽ തന്നെയാണിത്. നമുക്ക് പെട്ടെന്ന് ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം. അപ്പോൾ ഇത് PU സീലറാണ്, എംപോറിയോ സീലർ. അപ്പം PUവിനകത്ത് തന്നെ ഏറ്റവും ടോപ്പ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിൻ്റെ ഹാർഡനറാണ്. ഇപ്പോൾ 1 ലിറ്ററിനകത്ത് ഇതുപോലെ ഒരു ഹാർഡനർ സെപ്പറേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ചേർത്ത് മിക്സ് ചെയ്യുക. അപ്പം മറ്റ് പല PUവും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, അതൊക്കെ ഉണങ്ങി മാറാനൊക്കെ താമസമാണ്. നേരെ മറിച്ച് ഇത് പെട്ടെന്നാണ്. അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് സ്റ്റെയിനർ ചേർക്കണം. അത് വാൽനട്ട് സ്റ്റെയിനറാണ് ചേർക്കേണ്ടത്. അപ്പോൾ സ്റ്റെയിനർ എപ്പോഴും നമ്മൾ ചേർക്കുമ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നോക്കി പിന്നീട് നമുക്ക് വേണമെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുത്താൽ മതി. കാരണം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കുറയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇത് തേക്ക് വുഡിൻ്റെ സ്റ്റെയിനറാണ് നമ്മൾ രണ്ടാമത് ചേർത്തത്. ഓക്കെ, അപ്പം ഈ 2 സ്റ്റെയിനർ മാത്രമേ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. അതായത് വാൽനട്ടും തേക്ക് വുഡും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ ഇത് മിക്സ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഒരു അരമണിക്കൂർ മാറ്റി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് ഈ ഹാർഡനറും ഇതുമായിട്ടൊന്ന് മിക്സായി അത് തമ്മിലൊരു രാസപ്രവർത്തനം നടക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കുറച്ച് നേരം ഒന്ന് വെച്ചിരുന്നാൽ ഏറ്റവും നല്ലത്. അപ്പം ഇതൊന്ന് മിക്സായതിന് ശേഷം നമുക്കിതൊരു ടിന്നിലേക്ക് നമുക്ക് ഒഴിച്ച് മാറ്റാം. കാരണം ഒഴിച്ചു മാറ്റി നമ്മളിപ്പം കംപ്രസർ, ഇതാണ് നമ്മുടെ കംപ്രസർ, പഴയ കംപ്രസറാണ്. അപ്പോൾ ഇത് ആശാൻ പഴയതാണെങ്കിലും നമ്മുടെ പുതിയ കംപ്രസറിനേക്കാൾ വളരെ നല്ലതാണ്. അതായത് വെള്ളം ചീറ്റത്തില്ല, ഒരു കംപ്ലൈൻറ്റും ഇല്ല. അപ്പോൾ നമുക്കിതിനകത്തേക്ക് സാധനം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കലക്കി വെച്ച ഇതിനകത്ത് ചേർക്കേണ്ട ടിന്നർ ഈ PU സീലർ തന്നെ, PU ടിന്നർ തന്നെയാണ് നമ്മളിതിനകത്ത് ചേർത്തിരിക്കുന്നത്. അല്പം ടിന്നർ കൂടി മിക്സ് ചെയ്യുക. ഞാൻ നേരത്തെ അത് കാണിക്കുന്നത്, അത് ഞാനങ്ങ് വിട്ടുപോയി കാണിക്കാനായിട്ട്. അപ്പോൾ ഒരല്പം ടിന്നർ നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പം ടിന്നർ മിക്സ് ചെയ്ത് വെച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിപ്പോൾ സീലർ നമ്മൾ മൊത്തത്തിലങ്ങ് അടിക്കുകയാണ്. നന്നായി പൊടിയെല്ലാം തൂത്തതിന് ശേഷം മാത്രമേ സീലർ അടിക്കാവുള്ളൂ. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഡോറും മറ്റുമൊക്കെ ആകുമ്പം നമ്മൾ കിടത്തിയിട്ട് നമ്മളങ്ങ് അടിക്കുമല്ലേ. ഇതാകുമ്പം നമ്മൾ അതായത് ഇത് ഒലിച്ചിറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുക. ഇപ്പോൾ സീലർ നമ്മൾ അടിച്ചതിന് ശേഷം ഇത് 320 വാട്ടർ പേപ്പറാണ്. അപ്പോൾ ഇത് നന്നായി സീലർ ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് 320 വാട്ടർ പേപ്പർ നൈസായിട്ടൊന്നിട്ടാൽ മതി. വലിയ പരുക്ക് ഏൽപ്പിക്കാതെ നൈസായിട്ടൊന്നിടുക. അപ്പോൾ സീലർ നമുക്കൊരു 2-3 കോട്ടൊക്കെ അടിക്കണം കേട്ടോ. അത്രയും എത്ര സീലറി എന്നാലും അത്രയും നല്ലതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ കൈവച്ചൊന്ന് പൊടിയെല്ലാം ഒന്ന് തുടച്ച്, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ ചെയ്യുന്നത് വാൽനട്ട് സ്റ്റെയിനർ കൊണ്ട് നമ്മൾ വെച്ച ആ പുട്ടിയുടെയൊക്കെ കളറ് ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് ആയിരുന്നല്ലോ, അത് നമ്മളൊന്ന് ഇച്ചിരി ഡാർക്കാക്കി കൊടുക്കാം. നമുക്ക് ഒരു പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ച് നമുക്ക്
ഫ്ലാറ്റ് ബ്രഷ് വെച്ച് നമുക്ക് അതൊന്ന് പുറത്തൂടെ ഒന്ന് ഓടിച്ചു വിട്ട് കൊടുക്കുക. അതായത് നമ്മൾ ഫിനിഷ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള കാര്യമാണിത്. അപ്പോൾ അതൊന്ന് ടച്ച് ചെയ്ത് ആ പുട്ടി എവിടെയൊക്കെ നമ്മൾ വെച്ചിരുന്നോ അവിടെ എല്ലാം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമുക്ക് ആ തടിയുടെ ആ ഒരു കളറിലോട്ട് വരും. അതിനുശേഷം നമുക്കിനി ഇത് എംപോറിയോ PU ടോപ്പ് കോട്ടാണ്, അതായത് മാറ്റ് ഫിനിഷാണിത്. എപ്പോഴും നമുക്ക് ഗ്ലോസിയേക്കാൾ ഒന്നുകൂടി നല്ലത് മാറ്റ് ഫിനിഷ് തന്നെയാണ്. കാണാൻ ഒരു ലുക്കും സംഭവമൊക്കെ മാറ്റ് ഫിനിഷ് തന്നെയാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ചിലർക്ക് ഗ്ലോസി തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നവരുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പക്ക നീറ്റാണെങ്കിൽ ഡോറായാലും ശരി, ജനലായാലും ശരി, ഇനി ഉപയോഗിക്കുന്ന ഏത് സാധനമായാലും തടി നീറ്റാണെങ്കിൽ നമുക്ക് ഗ്ലോസി അടിച്ചാൽ ലുക്ക് തന്നെയാണ്. നേരെ മറിച്ച് അല്പം കംപ്ലൈൻറ്റും തടവൊക്കെ ഉള്ള തടികളാണെങ്കിൽ ഗ്ലോസി അടിക്കുമ്പോൾ നമുക്ക് അത് പെട്ടെന്ന് തന്നെ എടുത്തറിയാൻ പറ്റും. നേരെ മറിച്ച് മാറ്റടിച്ചാൽ അത്ര പെട്ടെന്ന് നമുക്ക് ആ ഒരു വൃത്തിയുടെ അറിയില്ല. അപ്പോൾ നമ്മൾ ഈ ടോപ്പ് കോട്ടിനകത്തോട്ട് നമ്മൾ വാൽനട്ട് അല്പം ഒഴിച്ചിട്ടുണ്ട്. സ്റ്റെയിനർ അല്പം ഒഴിച്ചാൽ മതി, കാരണം അധികം കളറിൻ്റെ ആവശ്യമില്ല. അല്പം ഒഴിച്ചിട്ട് നമ്മൾ ഇനിയിപ്പോൾ ടോപ്പ് കോട്ട് അങ്ങ് അടിച്ചു കൊടുക്കുകയാണ്. ടോപ്പ് കോട്ട് നമുക്ക് ഒരു രണ്ട് പ്രാവശ്യം അടിച്ചു കൊടുത്താൽ അത്രയും നല്ലത് കേട്ടോ. കാരണം നമ്മൾ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് ലോഡ് നമ്മൾ ഒറ്റയടിക്ക് കയറ്റാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പം കാരണം ഇടിഞ്ഞിറങ്ങും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു 2 പ്രാവശ്യമായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടി അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ MRF ഗോൾഡാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. MRF ഗോൾഡും പിന്നെ ആ സൈഡിലെ ബ്ലാക്കും അടിക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ വർക്ക് ഇവിടെ ഫിനിഷായിരിക്കുകയാണ്. അപ്പം വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ആരും ലൈക്ക് ചെയ്യാതെ പോകരുത്, കാരണം നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും വളരെ വളരെ വിലയേറിയതാണ്. നിങ്ങളുടെ പ്രോത്സാഹനം മാത്രമാണ് എന്നെ തുടർന്നും വീഡിയോകൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ വീഡിയോ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടനെത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.